അതാണ് ടെക്നോളജി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാനുവലി നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. വലിയ ട്രെൻഡുകൾ, ഈ പറയുന്ന പാനിക് സെല്ലിംഗ് പോലുള്ള വലിയ ട്രെൻഡുകൾ വരികയാണെങ്കിൽ മൾട്ടി ബാഗ് റിട്ടേൺസ് ആയിരിക്കും ആ ഒരു സമയത്ത് കിട്ടുക. റിസ്ക് റിവാർഡ് ഒരു 1:3 1:4 ഒരു ആൽഗോ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 25-30% സക്സസ് റേറ്റ് ഉള്ളെങ്കിലും നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കുമല്ലോ. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡറെ വേണ്ട നമുക്ക്. സ്ഥിരമായിട്ട് ലോസ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡറെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ മെഷീൻ ലേണിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് പുള്ളിയുടെ ഓപ്പോസിറ്റ് ബോട്ടിന് ഉണ്ടാക്കിയാലും അത് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. എല്ലാവരും ആൽഗോ ട്രേഡിങ്ങിൻ്റെ പിന്നാലെയാണ്. നമ്മുടെ ക്യാപിറ്റൽ ഓട്ടോമാറ്റിക്കലി ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ മാസവും ഒരു സിസ്റ്റമാറ്റിക് റിട്ടേൺ തരും എന്നുള്ളത് തന്നെയാണ് ആൽഗോ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ആൽഗോ ട്രേഡിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും പ്രോഫിറ്റ് കിട്ടുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും ആൽഗോ ട്രേഡിങ്ങിലോട്ട് പോയാൽ മാനുവൽ ട്രേഡിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സുനിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകളും കുറച്ച് ടെൻസ്ഡ് ആണ്. ഈ ആൽഗോ ട്രേഡിംഗ് വരുമ്പോൾ മാനുവൽ ട്രേഡിംഗ് വർക്കാവോ, അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഈ ആൽഗോ വന്നു കഴിഞ്ഞാൽ അതിന് ഇഷ്യൂസ് ഉണ്ടാവും. എങ്ങനെയാണ് അത് ഇതിനെ എഫക്റ്റ് ചെയ്യുക മാനുവൽ ട്രേഡിങ്ങിന്? ഈ ആൽഗോ ട്രേഡിംഗ് പണ്ട് മുതൽ തന്നെ നമ്മുടെ മാർക്കറ്റുകളുണ്ട്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് അല്ല, US മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള മേജർ ട്രേഡുകളൊക്കെ പോകുന്നത് ആൽഗോയിലാണ്. FIAs ഒക്കെ പല എൻട്രീസ് കൊടുക്കുന്നതും അൽഗോരിതംസ്. ഇപ്പോൾ എൻട്രീസ് ഞാൻ മുമ്പത്തെ ഒരു പോഡ്കാസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ FIAs, എൻട്രി, എക്സിക്യൂഷൻ അൽഗോരിതംസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ റീറ്റെയിലേഴ്സിന് ആൽഗോ സ്ട്രാറ്റജീസും ആൽഗോ സോഫ്റ്റ്വെയറുകളും ഭയങ്കരമായിട്ട് റീച്ച് ഔട്ടാണ്. ഇപ്പോൾ ട്രേഡ് ടോക്സിന് തന്നെ നമുക്കൊരു ആൽഗോ സോഫ്റ്റ്വെയർ ഉണ്ട്. വളരെ മികച്ച രീതിയിൽ അത് പോകുന്നുണ്ട്. മിനിമം ഒരു 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ മികച്ച ഒരു റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ അതിൻ്റെ അത് സ്ട്രാറ്റജീസ് ചെയ്യുന്നത്. നമുക്കതിന് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റിസർച്ച് ടീമുണ്ട്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ്, ഗ്ലിച്ചസ് ഒന്നും വരാതെ സോഫ്റ്റ്വെയറുകൾ കൊണ്ടുനടക്കാനായിട്ട് ഒരു ഓപ്പറേഷൻ ടീമുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന സോഫ്റ്റ്വെയർ, അതായത് ഈ ആൽഗോ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്ത് ഏറ്റവും എഫിഷ്യൻ്റ് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ടീം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ₹1 പോലും ക്ലയൻറ്റിൻ്റെ കയ്യിൽ പോലും മുതൽ ഫീ ആയിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ലാഭം എന്ന്. ഇവിടെ എല്ലാ ആളുകളും ഈ ആൽഗോ സോഫ്റ്റ്വെയർസ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ലാഭം എന്ന് പറയുന്നത് ബ്രോക്കറേജ് കമ്മീഷനാണ്. അതായത് ഒരു ക്ലയൻറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രേഡ് ചെയ്ത് അവർ ചെറിയ പ്രോഫിറ്റബിളായിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ക്ലയൻറ്റ് കാലാകാലത്തോളം ചെറിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ലീവ് ലോങ് നിൽക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അവരിൽ നിന്നൊരു ഇൻകം കിട്ടും. അവർക്കും ഒരു പ്രോഫിറ്റബിൾ ഉണ്ടായാൽ മതി. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു കുറച്ചുകൂടി മികച്ച റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലരും ഇത്തരത്തിലുള്ള ആൽഗോ എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാ ആളുകളും ആൽഗോ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ആൽഗോ ഭയങ്കര കോമൺ ആയിക്കഴിഞ്ഞാൽ മാനുവൽ ട്രേഡേഴ്സിന് വളരെ പെട്ടെന്ന് പുതിയ പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് പെട്ടെന്ന് മാർക്കറ്റ് ഡിസിഷൻസിലോട്ട് മാറേണ്ടി വരും. മാർക്കറ്റിൻ്റെ ട്രെൻഡുകളും മൈക്രോ ട്രെൻഡുകളും പെട്ടെന്ന് ചേഞ്ച് ആവുകയും അതനുസരിച്ച് റീറ്റെയിലേഴ്സ് അഡോപ്റ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, എല്ലാ ആൽഗോ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ എല്ലാ ആൽഗോ സോഫ്റ്റ്വെയറുകളും സക്സസ് ആകണമെന്ന് പോലുമില്ല. കാരണം ആൽഗോസ് പരസ്പരം മത്സരിക്കുകയും ഇതിൽ മികച്ച ആൽഗോ ഏതാണോ അതായിരിക്കും കൂടുതൽ വിന്നിങ് റേറ്റ് തരികയും ചെയ്യും. എല്ലാവർക്കും ഈ ആൽഗോ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഐഡിയ എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കണം. അതായത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജീസ് നമ്മുടെ AI സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ആൽഗോ ട്രേഡിംഗ് അല്ലെങ്കിൽ റോബോട്ടിക് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ടീഷൻ ബേസ് ചെയ്ത് എൻട്രി എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ₹100 എത്തുമ്പോൾ ബൈ ചെയ്യണം, 110 ടാർഗറ്റ് വെക്കണം, 95 സ്റ്റോപ്പ് ലോസ് വെക്കണം. നമ്മളിതെങ്ങനെ ട്രേഡ് ചെയ്യുന്നത്? നമ്മളിത് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ക്യാൻഡിൽ നോക്കി കൃത്യമായിട്ട് ട്രേഡ്. അവിടെ പ്രശ്നം 110 വരെ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യില്ല, 108 എത്തുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, 95 സ്റ്റോപ്പ് ലോസ് എത്തിയാൽ എക്സിറ്റ് അടിക്കില്ല, 90 വരെ കീപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ നമ്മുടെ സൈക്കോളജീനെ, ഹ്യൂമൻ സൈക്കോളജി ഇവിടെ ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. എന്നാൽ ആൽഗോയിലോട്ട് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കൃത്യമായിട്ട് നമ്മളവിടെ ഇല്ലെങ്കിലും ഇത് ഇതുപോലെ തന്നെ ഇവിടെ നടക്കുകയാണ് കൃത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നോൺ ഇമോഷനായിട്ട് വർക്കൗട്ട് ആകും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ആൽഗോ പല ടൈപ്പ് ഉണ്ട്. കണ്ടീഷൻ ബേസ് ചെയ്ത് മാത്രം വർക്ക് ചെയ്യുന്ന ആൽഗോസ് ഉണ്ട്.
പ്രത്യേകിച്ചും അത് ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിലൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. എന്നാൽ അതല്ല ആക്ച്വലി റിയൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ ബ്ലാക്ക് റോക്കിന് അലാവുദ്ദീൻ എന്നൊക്കെ പറയുന്ന ഒരു അലാവുദ്ദീൻ എന്നൊക്കെ പറയുന്ന ഒരു AI സിസ്റ്റം ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് അവരുടെ പല പോർട്ട്ഫോളിയോസും അവർ മാനേജ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ ഇമോഷൻസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആൽഗോസ് ഉണ്ട്. അതുമാത്രമല്ല മാർക്കറ്റിൽ പഞ്ചായ ഓർഡേഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ നോക്കി റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യുന്ന AI സിസ്റ്റംസ് ഉണ്ട്. ഇവിടെയൊന്നും ഒരു ഹ്യൂമൺ ഇമോഷൻസും എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ പൊതുവെ പറയും ഈ കണ്ടീഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന ഹ്യൂമൻസിൻ്റെ ഇമോഷൻസ് ഈ സ്ട്രാറ്റജിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഹ്യൂമൻ ഇമോഷൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല. നമ്മൾ അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആൽഗോ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ AI ടൂളുകൾ ഓട്ടോമാറ്റിക്കലി സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും. ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഏത് കണ്ടീഷൻ മാർക്കറ്റിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കലി ഡിസിഷൻസ് എടുക്കും. ഈ ലെവലിലോട്ടൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ടീം ആ ഒരു ലെവലിലാണ് കൃത്യമായിട്ടുള്ള റിസർച്ചുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഈ ലെവലിലുള്ള റിസർച്ചുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ AIs അവൈലബിൾ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? റീറ്റെയിലേഴ്സിന് മാനുവൽ ട്രേഡ് വളരെ ദുഷ്കരമായിട്ട് മാറും. എന്നാൽ വലിയ ട്രെൻഡുകൾ ഈ പറയുന്ന പാനിക് സെല്ലിംഗ് പോലുള്ള വലിയ ട്രെൻഡുകൾ വരികയാണെങ്കിൽ മൾട്ടി ബാഗ് റിട്ടേൺസ് ആയിരിക്കും ആ ഒരു സമയത്ത് കിട്ടുക. നോർമൽ ട്രേഡിങ്ങിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ എല്ലാവരും മാനുവലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ടാർഗറ്റിൽ ഇറങ്ങണമെന്നില്ല, SL ഇറങ്ങുന്നില്ല. അതാണ് മാനുവൽ ട്രേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആസ് എൻ ട്രേഡർ എനിക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ? അതിന് പ്രോഗ്രാമിംഗ് പഠിക്കണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്തൊരു അറിയാമോ? ഇല്ല. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പ്രോഗ്രാമിംഗ് അറിയില്ല, പൈത്തൺ അറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്ന ഒരാൾക്കാണ് സ്വന്തമായിട്ട് ആൽഗോ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാ ബ്രോക്കേഴ്സും അവരുടെ APIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഓരോ സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ APIs നമ്മൾ ChatGPT പോലുള്ള ടൂളുകളിലോട്ട് API ഡോക്യുമെൻ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തിട്ട് ആ API വെച്ചിട്ട് ആ കോഡുകൾ പൈത്തണിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT നമുക്ക് വേണ്ടി ആ സോഫ്റ്റ്വെയറിൻ്റെ ആ കോഡ് ഉണ്ടാക്കി തരും. നമ്മൾ പ്രോഗ്രാമേഴ്സിന്റെ പണി പോയെന്നുള്ളതാണ്. അല്ല, പ്രോഗ്രാമേഴ്സിന് പണി എന്തായാലും കുറയും. നമുക്ക് അതിനെക്കുറിച്ച് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വേണ്ടി കോഡിങ് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമ്മുടെ സ്ട്രാറ്റജി ചെയ്യണം. അതായത് നമ്മൾ ആദ്യം APIയുടെ ഡോക്യുമെൻറ്റേഷൻ എടുത്ത് ChatGPTക്ക് കൊടുത്ത് ChatGPT ലേൺ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ChatGPT മാത്രമല്ല, ഗൂഗിളിൻ്റെ AI ടൂളുകളുണ്ട്. ഗൂഗിളിൻ്റെ AI ടൂളുകൾ വളരെ പെർഫെക്റ്റ് ആണ്. ഈ ടൂളുകളെ നിങ്ങൾക്ക് ലേൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ട്രാറ്റജീസിനെ കോഡാക്കി മാറ്റാം. വേറെ ഒരാളുടെ ഹെൽപ്പ് പോലും ഇല്ല. സെറോദ ഉൾപ്പെടെയുള്ള എല്ലാ ബ്രോക്കേഴ്സും APIs വളരെ പെർഫെക്റ്റ്ലി തന്നെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി മുതൽ ചിലപ്പോൾ സ്വന്തമായിട്ട് കോഡ് എഴുതിയാൽ പോലും അതിന് സെബിയുടെ അപ്രൂവൽസ് വേണം. കറൻ്റ്ലി ഇപ്പോൾ നമുക്കറിയാം API എക്സിക്യൂഷന് യാതൊരു അപ്രൂവൽസും വേണ്ട. പക്ഷെ അതിന് നിയമപരമാക്കാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ആൽഗോയുടെ ഇപ്പോൾ ഈ പറഞ്ഞ ആൽഗോ ചെയ്യുന്നതിനെ കുറിച്ച് സെബിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്നിച്ചൊരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് ആൽഗോ എല്ലാവരും റീഡ് ചെയ്യുന്നത്. അതായത് ഒരാൾ ചെയ്യുന്നു, അയാളുടെ കൂടെ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ ആൽഗോ ഉപയോഗിക്കുന്ന എല്ലാവരും ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 25 lakhs അല്ലെങ്കിൽ 10 lakhs ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ആൽഗോ പോലും നമ്മൾ മാക്സിമം ഉള്ള ക്യാപിറ്റൽ ഒരു 1.5 CR ആണ് ഒരു ക്ലയൻറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല 10 കോടിയൊക്കെ ഒന്നിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷെ ഇവിടെയൊക്കെ കറൻ്റ്ലി റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാ ആൽഗോ സ്ട്രാറ്റജീസിലും മാർക്കറ്റ് ഓർഡർ മാത്രമേ ഉള്ളൂ. എൻട്രി എടുക്കുന്നത് മിക്കവാറും മാർക്കറ്റ് ഓർഡറിലായിരിക്കും. ലിമിറ്റ് ഓർഡർ എക്സിക്യൂഷൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അതല്ല. ലിമിറ്റ് ഓർഡറോ മാർക്കറ്റ് ഓർഡറോ അല്ല ഇവിടുത്തെ പ്രശ്നം. നമുക്ക് വലിയ ക്വാണ്ടിറ്റി കയറുമ്പോൾ റീറ്റെയിലേഴ്സ് അൽഗോരിതംസ് ഒന്നിച്ച് എൻട്രി എടുക്കുന്നതിന് പകരം അവിടെ എൻട്രി എക്സിക്യൂഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുന്ന ആൽഗോസ് എത്രയുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയും വലിയൊരു ക്വാണ്ടിറ്റി മാർക്കറ്റിലോട്ട് ഒന്നിച്ച് പഞ്ച് ചെയ്യുമ്പോൾ ഈ ഓർഡേഴ്സ് റീഡ് ചെയ്യുന്ന FIAs അൽഗോരിതംസ് ഉണ്ടാവും. ഓർഡർ ബുക്കിലോട്ട് ഈ ഡാറ്റ വരുമ്പോൾ ഇത് റീഡ് ചെയ്യും. അപ്പോൾ അതിന് പകരം അവരെന്ത് ചെയ്തോളണം? ഈ ആൽഗോ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന എൻട്രി എക്സിക്യൂഷൻ അൽഗോരിതംസ് ഒക്കെ ഉപയോഗിക്കണം. ഇത് എത്ര ആൾ അവെയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കുറേ ആളുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ആൽഗോസിൽ ആരും തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ എൻട്രി ഒരു 10 കോടിയുടെ ഒരു ആൽഗോ ഉണ്ട്. ടോട്ടൽ അസറ്റ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ 10 കോടിയും ചുമ്മാ മാർക്കറ്റ് ഓർഡർ ഇട്ടാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ
ഈ എൻട്രി വളരെ ഈസി ആയിട്ട് റീഡ് ചെയ്യുകയും നിങ്ങളുടെ സ്ട്രാറ്റജീസിൻ്റെ ലോസ് മേടിച്ച് തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ആൽഗോ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതിന് ഒരു സ്കെയിലബിലിറ്റി വേണം. അതായത് എത്ര കോടി രൂപ വന്നാലും അത് ഹാൻഡിൽ ചെയ്ത് കൂടുതൽ സ്ട്രാറ്റജീസിനെ ഡെവലപ്പ് ചെയ്ത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന നോളജും മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണമുള്ള ഡെവലപ്പേഴ്സും ടീമും ആയിരിക്കണം ആ ആൽഗോയുടെ പിന്നിലുള്ളത് എങ്കിൽ ആ ആൽഗോയ്ക്ക് ഫ്യൂച്ചർ ഉണ്ടാകും. അല്ല ഇപ്പോൾ ഏത് പെട്ടിക്കടക്കാരൻ്റെ കയ്യിലും ആൽഗോ ഉണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു ആൽഗോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ല പണി കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഒരു ആൽഗോ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ പല ആൽഗോ പ്രൊവൈഡേഴ്സ് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി തന്നെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉപയോഗിച്ച് സ്ട്രാറ്റജി ചെയ്യും. അവരൊക്കെ അതൊന്നും റീറ്റെയിലേഴ്സ് ആരും സസ്റ്റെയിൻ ചെയ്യില്ല എന്നും അവർക്കൊക്കെ ലോസ് വന്നോട്ടെ കുറേ ബ്രോക്കറേജ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആൽഗോസ് എക്സിക്യൂട്ട് ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എനിക്ക് പേഴ്സണലി തന്നെ അറിയാം. അപ്പം അതിൽ നിന്ന് വളരെ യൂണീക്കായിട്ട് മാറി നല്ല ആൽഗോ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യണമെന്നും ആൽഗോ സിസ്റ്റംസിൽ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് അതിനൊരു ഹ്യൂജ് സെറ്റപ്പിലോട്ട് കൊണ്ടുവരണമെന്നും വിഷനുള്ള എത്ര ആളുകളുണ്ട്. അവിടെയാണ് ഒരു പ്രശ്നം. ആൽഗോ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ മാനുവൽ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ മാനുവൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ എത്ര ആൽഗോയിൽ എൻ്റെ പൈസ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3 CR എൻ്റെ പേഴ്സണൽ മണി നമ്മൾ ആൽഗോയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. എത്ര പൈസ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാനുവൽ ട്രേഡ് എന്തായാലും ചെയ്യും. അത് നമ്മുടെ നോളജിനെ ഇമ്പ്രൂവ് ചെയ്യും, നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ മനസ്സിലാക്കും. പിന്നെ അതൊരു പാഷൻ കൂടിയല്ലേ. ഒരുപാട് കൈൻഡ്സ് ഓഫ് ട്രേഡിംഗ് ഉണ്ടല്ലോ, സ്വിംഗ് ട്രേഡിംഗ്, ഇൻട്രാഡേ സ്റ്റോക്ക് ട്രേഡിംഗ്, ഓപ്ഷൻ ബൈയിങ്, സെല്ലിങ്. അപ്പം ഇതിൽ ഏതിലാണ് ആൽഗോ ഏറ്റവും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ ട്രേഡിങ്ങിലും ആൽഗോ ചെയ്യാൻ പറ്റുമോ? നമുക്ക് എല്ലാ ട്രേഡിങ്ങിലും ആൽഗോസ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ ആൽഗോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം സ്വന്തം അക്കൗണ്ടിൽ വേണമെങ്കിൽ ആൽഗോ ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും നമുക്ക് എല്ലാ ദിവസവും OTP ഒക്കെ അടിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പ്രധാനമായിട്ട് ആൽഗോസിനെ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് സിസ്റ്റമാറ്റിക് എൻട്രീസ്. സിസ്റ്റമാറ്റിക് എൻട്രീസ് എൻട്രി കണ്ടീഷനെ ബേസ് ചെയ്തെടുക്കാം. ഒരു എക്സാമ്പിൾ ക്യാൻഡിലിനെ ബേസ് ചെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 3 മിനിറ്റ് ക്യാൻഡിലിൽ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് എൻട്രി പോവാം, ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് ഷോർട്ട് എൻട്രി പോകാം. ഇങ്ങനെയൊക്കെ നമുക്ക് എൻട്രി കണ്ടീഷൻ ഉപയോഗിക്കാം. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിക്കേറ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസിനെ ആൽഗോസിലാക്കാൻ പറ്റും. ഇപ്പോൾ മൂവിങ് ആവറേജ്, ക്രോസ് ഓവർ, സൂപ്പർ ട്രെൻഡ്, VWAP തുടങ്ങിയ ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇനി ഇതുമല്ലാതെ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ടൈം ബേസ്ഡ്, എല്ലാ ദിവസവും ടൈം ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, എല്ലാ ദിവസവും 10:05 ആകുമ്പോൾ ലോങ് പോവുക, ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പ്രധാനമായിട്ട് ഈ 3 കാറ്റഗറിയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഹ്യൂമൻ ഡിസിഷൻസ് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന ആൽഗോ സിസ്റ്റംസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ മെഷീൻ ലേണിംഗ് കൊടുത്ത് മാർക്കറ്റിൻ്റെ ഡാറ്റ വെച്ച് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് മെഷീനെ ലേൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഏത് സമയത്തും ഏത് കണ്ടീഷനിലും ഏത് ഇൻഡിക്കേറ്ററിലും ഓട്ടോമാറ്റിക്കലി എൻട്രി എടുക്കുന്ന ഒരു സെറ്റപ്പാണ്. ആൽഗോ ട്രേഡിങ്ങിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എൻട്രി അല്ല. ആക്ച്വലി അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസ്ക് റിവാർഡ്. ഒരു 1:3 1:4 ഒരു ആൽഗോ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 25-30% സക്സസ് റേറ്റ് ഉള്ളൂവെങ്കിലും നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കുമല്ലോ. ഇതാണ് ആൽഗോ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. നമുക്ക് അതിൻ്റെ പിരമിഡ് ചെയ്യാം, അതുപോലെ തന്നെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാം, ഇതൊക്കെ വളരെ ട്രെയിൽ ചെയ്യാം. ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഓപ്ഷൻ ബൈയിങ് ആണെങ്കിലും സ്റ്റോക്ക് ഇൻട്രാഡേ ആണെങ്കിലും സ്വിംഗ് ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആൽഗോ സിസ്റ്റംസ് വളരെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനിയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ആൽഗോ ട്രേഡിങ്ങിൽ ആയിരിക്കുമോ? മാനുവൽ ട്രേഡേഴ്സിൻ്റെ എണ്ണം കുറയോ? എങ്ങനെയായിരിക്കും ആൽഗോ ട്രേഡിംഗ് കൂടുതലായിട്ട് മികച്ചു നിൽക്കാനാണോ സാധ്യത? ഉറപ്പാണ് ആൽഗോ ട്രേഡിങ്ങിൽ നല്ല റിസർച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊറോണയ്ക്ക് ശേഷമാണ് എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് അധികമായിട്ട് വരുന്നത്. കൊറോണയുടെ സമയത്ത് എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാവർക്കും സാധിച്ചു. ഇപ്പോൾ ആ കാലഘട്ടം മാറി, എല്ലാവരും ബിസിയായി. അപ്പോൾ ട്രേഡ് ചെയ്യണമെന്നുണ്ട്, എന്നാൽ ട്രേഡ് ചെയ്യാൻ സമയമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ടെക്നോളജി വന്ന് ഓട്ടോമാറ്റിക്കലി ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തവണ വന്ന കൊറോണയ്ക്ക് മാർക്കറ്റിലോട്ട് വന്ന ആളുകളിൽ നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് കേരളത്തിലെ കാര്യം മാത്രമല്ല, നിങ്ങൾ തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും ഒക്കെ നോക്കും, മുംബൈയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ട്രേഡിങ്ങിലോട്ട് വന്നു. അവർക്ക് സോഫ്റ്റ്വെയർ അറിയാം, ഇപ്പോൾ അവർ വന്ന് ട്രേഡിങ് പഠിച്ചു. ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണ്? നല്ല ആൽഗോ സിസ്റ്റംസ് ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റം എൻ്റെ കാര്യം നോക്കിയാലും അത് തന്നെയാണ്. നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രേഡർ ഒരു ആൽഗോ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ അത് റിസർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ 2 നോളജും കൂടി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ട്രേഡിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നല്ല സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സുനിലിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. സുനിലിന്റെ
എനിക്ക് തോന്നുന്നു പ്രൊഫഷണലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അത്രയും നാൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നറിയാം, റിസർച്ചുകൾ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണമെന്നറിയാം. അപ്പോൾ അത് സോഫ്റ്റ്വെയർ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് പല ആളുകളും ചെയ്യുന്നത്. സുനിലിൻ്റെ ഒരു ട്രേഡിംഗ് കരിയറിൽ ആൽഗോ തന്നെയാണ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ ആൽഗോയിലാണ് ഒരു ലാസ്റ്റിംഗ് എന്ന് പറയുന്ന പോലെ ഒരു റിസർച്ച് എല്ലാം ആൽഗോയ്ക്ക് വേണ്ടിയിട്ടാണോ സുനിലിന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ആൽഗോയ്ക്കാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. കാരണം നമുക്ക് മാനുവലി ട്രേഡ് ചെയ്യുന്ന ഒരു എമൗണ്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര രൂപ നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും, അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര രൂപ മാനുവലി ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റും, അവിടെയും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെയാണ് ഈ സ്കെയിലബിലിറ്റിയാണ് ആൽഗോ. നമ്മൾ നല്ലൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ചെയ്ത് പോകും. ആ സ്ട്രാറ്റജിയുടെ മാക്സിമം സ്കെയിലബിലിറ്റി ആൽഗോനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. സിൽബി മാനുവലി ട്രേഡ് ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്. സിൽബി എൻട്രി എടുക്കുന്ന എക്സിറ്റ് എടുക്കുന്ന കണ്ടീഷൻസ് കൃത്യമായിട്ട് സിസ്റ്റത്തിന് കൊടുക്കുന്നു. അതിനുശേഷം സിൽബിയുടെ ട്രേഡ് നമ്മൾ മെഷീൻ ലേണിങ്ങിന് വിധേയമാക്കുന്നു. അതിനുശേഷം സിൽബി ട്രേഡ് ചെയ്യുന്ന ഒരു ബോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റത്തിന് ഇപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാധനം നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതായത് സിൽബി ഇല്ലെങ്കിലും സിൽബി മാനുവലി എങ്ങനെ ട്രേഡ് ചെയ്യുന്നോ അതുപോലെ നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ട്രേഡ്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ട്രേഡിംഗ് സിസ്റ്റം കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. പലരും പറയുന്നുണ്ട് ടെസ്ല കാറുകൾ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? ടെസ്ല കാർ ഓണാക്കി ടാർഗറ്റും സെറ്റ് ചെയ്ത് കിടന്നുറങ്ങാണ്. ബാക്ക് സീറ്റ് കിടന്നുറങ്ങുന്ന ഡ്രൈവേഴ്സിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ ചിലർ പറയും ടെസ്ല കാറുകൾ ഇന്ത്യയിൽ ഓടാൻ പറ്റില്ല, ഇന്ത്യൻ ട്രാഫിക്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ മിഷൻ ലേണിംഗ് അല്ലെങ്കിൽ AI ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടുവന്ന് വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിൽബി മാനുവലി ട്രേഡ് ചെയ്യുന്ന ഒരു 2 വർഷത്തെയോ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെയോ ഡേറ്റ നമുക്ക് മിഷനെ ലേൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വിചാരിക്കേണ്ട. സിൽബി എങ്ങനെയാണോ കണ്ടീഷൻസ് എടുക്കുന്നത്, സിൽബി എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുത്തുന്നത്, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു അഡ്വാൻസ്ഡ് സിൽബിയുടെ ട്രേഡഡ് സിസ്റ്റം നമുക്ക് സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്നത്. ട്രേഡേഴ്സ് സുനിലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വേറൊരു മെഷീന് ഉണ്ടാക്കാനുള്ള ചാൻസസ്. ഇവിടുത്തെ രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡറെ വേണ്ട നമുക്ക്. സ്ഥിരമായിട്ട് ലോസ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡറെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ മെഷീൻ ലേണിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് പുള്ളിയുടെ ഓപ്പോസിറ്റ് ബോട്ടിന് ഉണ്ടാക്കിയാലും അത് പ്രോഫിറ്റബിൾ ആയിരിക്കില്ലേ? പോസിബിലിറ്റീസ് ആണ് ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്നത്. അതാണ് ടെക്നോളജി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാനുവലി നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഫുട്ബോൾ സെറ്റപ്പിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു പാസ് കൊടുക്കുന്നത് പോലും പല സമയത്തും ഇത്തരത്തിലുള്ള ഡിസിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ ലെഫ്റ്റ് പ്ലാങ്ക്, റൈറ്റ് പ്ലാങ്ക് അല്ലെങ്കിൽ ഗോൾ കീപ്പർ നേരിട്ട് ഇന്ന പ്ലെയറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗോളാക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലുണ്ടെന്നൊക്കെ പഴയ കളികളുടെ ഡേറ്റ അനാലിസിസ് ചെയ്ത് ക്രോസ് കൊടുക്കുമ്പോൾ ഇന്ന ഭാഗത്തോട്ട് ക്രോസ് കൊടുത്താലാണ് ഗോൾ കൂടുതൽ വരാൻ സാധ്യത എന്നുള്ള ഓരോ പ്ലെയർ അനലിറ്റിക്സും ചെയ്തിട്ടാണ് പല ഗെയിം പ്ലാനുകൾ ഇന്ന് വരുന്നത്. ഫുട്ബോളിൽ നമുക്ക് ഫുൾ AI കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കളിക്കാരെ കൊണ്ട് AI കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കാം. പക്ഷേ ഇവിടെ എന്താണ്, ഇതേ അനലിറ്റിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ട്രേഡുകൾ ബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അനലിറ്റിക്സ് പാർട്ട് നമുക്ക് ആദ്യം നമുക്ക് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫെച്ചിൽ വരുമ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഒരു സാധനമൊക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ അച്ചീവ് ചെയ്ത പല FIs ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉറപ്പായിട്ടുമുണ്ട്. ഇതൊന്നും റീറ്റെയിലേഴ്സിന് കിട്ടുമെന്ന് എനിക്ക് ഉള്ള പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ റീറ്റെയിലേഴ്സ് സ്വപ്നം കാണാൻ വേണ്ട. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് പണിയെടുത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി നമ്മൾ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 920 സ്ട്രാഡിൽ എല്ലാവർക്കും അറിയാം. ഈ സ്ട്രാഡിലിനെ നമ്മുടെ AI സിസ്റ്റത്തിനെ ലേൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മണി ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സാധനം ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ മണി പവർ കൂടി ഉണ്ടെങ്കിൽ ഈ 920 സ്റ്റാർട്ടിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒന്നിച്ച് ലോസ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ സിസ്റ്റത്തിന് പറ്റും. അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റീസ് അനന്തമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് ആരാണ് ആ രീതിയിൽ റിസർച്ച് ചെയ്ത് പോയി അത്തരത്തിലുള്ള സാധനങ്ങളുമായിട്ട് വരുന്നത് എന്നുള്ളതിലാണ്
ഗെയിനിരിക്കുന്നത്. അതാണ് ഫ്യൂച്ചർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. FIAs ഒക്കെ ഇപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇങ്ങോട്ട് ഭാവിയിൽ ഒരു FIA ആയിട്ട് സുനിലിന്റെ ട്രേഡിംഗ് മെത്തേഡ് മാറട്ടെ എന്ന് വിചാരിക്കാൻ. മാർക്കറ്റ് മൂവ് ചെയ്യിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി നമ്മൾ വരുമ്പോൾ നമുക്കിതിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ്, ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ നടക്കുമ്പോഴാണ് എല്ലാവരും ഇതേക്കുറിച്ചൊക്കെ അവെയറായി വരിക. അവർക്ക് അവരുടെ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനുള്ള റിസർച്ച് ചെയ്യാനുള്ള താല്പര്യങ്ങൾ വരിക എന്നുള്ളതൊക്കെ തന്നെയാണ്. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ നമുക്ക് വീണ്ടും ചെയ്യാം. തീർച്ചയായിട്ടും വളരെ എനിക്ക് പോലും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സുനിൽ ഇത് പറഞ്ഞത്. ഞാൻ പോലും കേൾക്കാത്ത രീതിയിൽ ഒക്കെ വളരെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് ഗുണകരമായിട്ടാണ് തോന്നുന്നത്. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തായാലും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഉറപ്പായിട്ടും നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ പോഡ്കാസ്റ്റുകളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.